കക്ക കങ്ക എന്തുവാ എന്തുവാ കാണിച്ചു വെച്ചിരിക്കുന്ന ശിവ? സൂര്യ എന്തിനാണ് ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്തതെന്ന് ഇതുവരെ മനസ്സിലായില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ഇതിന്റെ സ്റ്റോറി അവർ നറേറ്റ് ചെയ്ത് വിധം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് സ്റ്റോറി പറയുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ടായിരിക്കും സൂര്യ ഈ പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്തത്. പക്ഷെ ഇത് പ്ലോട്ട് അത്ര ഗ്രിപ്പിംഗ് അല്ല. ഇവർ ആക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ പ്ലോട്ട് ഇതിൽ മുങ്ങിപ്പോയി. കാരണം ഇതിൽ കഥ എന്ന് പറയുന്നത് സുത്തം ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് കഥയില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, പാസ്റ്റും പ്രസൻറ്റും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പോലെ. ലൈക്ക് ഇതിൻ്റെ പർപ്പസ് എന്താണെന്നേ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ചുമ്മാ ഒരു സൂര്യൻ്റെ ഒരു മാസ് പടം, മാസ് എലിവേഷൻ സീൻസൊക്കെ കുത്തി നിറച്ചിട്ടുള്ള ഒരു പടം. പിന്നെ സംഭവം അറിയാലോ, സൂര്യ 2.5 വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ പടത്തിന് ഡേറ്റ്സ് കൊടുത്തത്. അപ്പോൾ അത്രയും ഗ്യാപ്പിൽ ട്രെൻഡൊക്കെ മാറി. ഇപ്പോൾ ഇവരിപ്പോഴും ആ ഒരു ദ ബോയ്സും മൊയ് മൊയ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാലഹരണപ്പെട്ട മീം സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ട് പടത്തിൽ ഇട്ടിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ലെവല് മനസ്സിലായി. പിന്നെ അങ്ങോട്ട് എന്ത് മലങ്കൾട്ടാണെന്ന് അറിഞ്ഞാൽ പിന്നെ അറിയാലോ, ആ ഒരു രീതിയിൽ ആസ്വദിക്കാം. അങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. കാരണം ഇതിൻ്റെ സിനിമറ്റോഗ്രാഫി ഒക്കെ അടിപൊളിയുണ്ട്. വിഷ്വൽസ്, ട്രാൻസ്ലേഷൻസ് അതൊക്കെ ഒരുവിധം ബ്ലെൻഡായിട്ട് തന്നെ പോകുന്നുണ്ട്. നമുക്ക് ഒരു അരോചകമൊന്നും ഫീൽ ചെയ്യില്ല. അങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ മ്യൂസിക് ഇങ്ങനെ അടിച്ചിങ്ങനെ ഇടുകയാണ്. അതായത് ഒരു സെക്കൻഡ് പോലും സൈലൻസ് ഇല്ല. കൂടുതലില്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു സൈലൻസ് വരും, ഒരു 5 സെക്കൻഡ്. അപ്പം മാത്രമേ നമുക്ക് ശ്വാസം വിടാൻ പറ്റുള്ളൂ. അതുവരെ ഇങ്ങനെ ഇട്ട് അലക്കുകയാണ്. DSP കുഴപ്പമില്ല. അങ്ങനെ ഒരുവിധം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പടത്തിന് ഒരു ചെറിയൊരു പോർഷൻസ് മേലെ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അതായത് മ്യൂസിക് ഇങ്ങനെ പമ്പ് ചെയ്ത് വിടുകയാണ് ഇങ്ങനെ. അതായത് നമുക്ക് ചെവി തല കേൾക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആക്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരും സെറ്റാണ്. സൂര്യ ആയാലും ബോബി ഡിയോളൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. മെയിനായിട്ട് നമ്മുടെ നെട്ടി, അതായത് തമിഴ് ഉലകത്തിലെ കൺവിൻസിങ് സ്റ്റാറാണ് നമ്മുടെ നെട്ടി. അപ്പോൾ പുള്ളിക്കാരൻ ഇതേപോലത്തെ ചതിയിൽ എൻ്റെ ട്രൈബിനെയൊക്കെ വിട്ടുകൊടുക്കും. അതിൻ്റെ പ്രതികാരം തീർക്കാൻ സൂര്യ വരും. ഒക്കെയാണ് ട്രൈബൽ രീതിയിൽ കഥ പോണത്. പക്ഷെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ആ ചെക്കൻ്റെ പോർഷൻസ്, ആ പയ്യനുണ്ടല്ലോ, അവനെ പറയുകയാണെങ്കിൽ അവൻ്റെ ആക്ടിങ് അത്രയ്ക്ക് കണ്ടിട്ട് വന്നിട്ടില്ല. കാരണം ഒരു സീനിൽ സൂര്യമ്മനും കൂടെ കല്ലെറിയണം. അപ്പോൾ അവൻ്റെ റിയാക്ഷൻസൊക്കെ എന്തോ ഒരു ചെറുതായിട്ട് ചിരിയും അതിശയം, ആ ഒരു കൈൻഡ് ഓഫ് റിയാക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പേടി, ആ ഒരു വേണ്ട ആ ഒരു സംഭവം അല്ല വരണം അവൻ. പിന്നെ ഇവർ തമ്മിൽ ഇങ്ങനെ ആ ഒരു ബോണ്ടിങ്, അതായത് ഇവൻ മറ്റേ നെട്ടിയുടെ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടീനെ നെട്ടി ഈ ട്രൈബിനെ ചതിച്ചല്ലോ. അപ്പോൾ സൂര്യ നെട്ടിനെ കൊല്ലും. അപ്പോൾ ഈ കുട്ടിനെ അതായത് പണ്ടത്തെ ആചാരപ്രകാരം അവിടെ പിന്നെ സതി പോലെ സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ കുടുംബത്തോട്, അതായത് ഒരാൾ ക്രൈം ചെയ്ത് അവൻ്റെ കുടുംബം മൊത്തം കൊല്ലണ ആ ഒരു ടൈപ്പ് റിച്വലാണ്. പക്ഷെ അതിന് സൂര്യ ഇവനെ രക്ഷിക്കും. അവൻ്റെ അമ്മയും അതിൽ പോയി ചാടി മരിക്കും. അപ്പോൾ ഇവന് പക്ഷേ സൂര്യന് ഇഷ്ടമല്ല. ലൈക്ക് ആ ഒരു റൈവലറി കീപ്പ് ചെയ്തിട്ട് ഒരു എതിരെ പോലെയാണ് സൂര്യനെ ഈ കുട്ടി കാണുന്നത്. പക്ഷെ അവസാനം പാച്ച് പോകും. ആ ഒരു സംഗതി അങ്ങനെ പോകും. ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ, അതായത് പ്രസൻറ്റ് 2024 പറയത്തേയില്ല. കാരണം ഇവർ മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ബൗണ്ടി ഹണ്ടിങ് ഒക്കെയാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഇതിൻ്റെ പ്ലോട്ടൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഇവർ ഈ പാസ്റ്റും പ്രസൻറ്റും തമ്മിൽ കണക്ഷൻ ആ കുട്ടി മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഈ സൂര്യക്ക് എങ്ങനെ ഈ പവർ കിട്ടിയെന്നോ, ആ കുട്ടിക്ക് എങ്ങനെ ഈ പവർ കിട്ടിയെന്നോ, ആ കുട്ടീൻ്റെ ആ ഫസ്റ്റ് റിസർച്ചൊക്കെ ചെയ്യണതൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ചുമ്മാ ബ്രെയിൻ മാപ്പ് ചെയ്യുന്നുണ്ട്, മെമ്മറി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലാണ്ട് ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, അവരെന്തിനാണ് ആ റിസർച്ച് ലാബ് നടത്തുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എടുത്ത ഉടനെ ആ കുട്ടി മിസ്സിങ് ആണ്, ആ കുട്ടീനെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞിട്ടാണ് ഇവൻ്റെ പോണത്. കഥ എന്തിനാണ്, എവിടേക്കാണ് പോകണം, ഒരു ഐഡിയ തരാണ്ട് ഇങ്ങനെ പോവുകയാണ്. അവസാനം എന്നിട്ട് ക്യാമിയോ പറയണ്ടല്ലോ, തമ്പി വന്ന് റോളക്സാവ പാത്ത നടക്കല, അത്രേ പറയാൻ പറ്റില്ല.
അപ്പൊ അതാ വഴിക്ക് പോയി. പിന്നെ അതൊക്കെ തന്നെ ഇതില് പ്രത്യേകിച്ചൊന്നുമില്ല. കുറെ മാസ് സീന്, അതായത് നമ്മുടെ ഈ ചെള്ളി ഫാൻസ് ഉണ്ടാവില്ല സൂര്യന്റെ, അതായത് ഇപ്പോൾ കോളേജൊക്കെ കട്ടടിച്ച് വന്ന കുറെ പിള്ളേരൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ ചീറി കൂവി നിലവിളിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ അത് നോ ലൈക്ക് ഇഷ്ടപ്പെടും. അല്ലാണ്ട് ഇപ്പോൾ ഒരു മൂവി ലവർ അല്ലെങ്കിൽ സിനിഫൈൽസ് അവർക്കൊന്നും ഈ പടം സുത്തമാ ഒരു പൊടിക്ക് വർക്കാവുന്ന യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ. അപ്പോൾ സൂര്യൻ്റെ ആ 2.5 വർഷത്തെ കാത്തിരിപ്പ് മുടിഞ്ച അളവുക്ക് ശിവ അണ്ണം പണി വെച്ചിട്ടാ. ഇനിയൊരു എന്താ പറയുക, ഇവിടുത്തെ നിവിൻ പോളിയായി ഇപ്പോൾ തമിഴ്നാട്ടിലെ സൂര്യ. ഇനി എപ്പോൾ ഹിറ്റടിക്കുകയോ എന്തോ. ആ എന്തോ എന്തോ. ജ്ഞാനവേലെണ്ണം പറഞ്ഞതിന് 2000 കോടി അടിക്കുന്ന 200 കോടി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇട്ട മുതൽ 350 കോടിയെങ്കിലും തിരിച്ചെടുത്ത ഭാഗ്യം.